ഇതാണ് ലക്ഷദ്വീപിലെ വൺ ഓഫ് ദ ഐലൻഡ്സ്, അഗത്തി ഐലൻഡ്. ഇത് അഗത്തി ഐലൻഡിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ലഗൂൺ ബീച്ച് എന്ന് പറഞ്ഞ സൈഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടുന്ന് നമ്മൾ അടുത്ത എൻഡായ എയർപോർട്ടിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതെന്ന് പറയുന്നത് ആകെ ഇതിനൊരു 6.2 കിലോമീറ്റേഴ്സേ നീളമുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ സ്കൂട്ടർ എടുത്തിട്ട് ഈ ഐലൻഡ് മൊത്തം കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഐലൻഡിലെ സെൻറ്ററിൽ കൂടിയുള്ള വഴി. അതിൻ്റെ രണ്ട് സൈഡിലേക്കും ചില സ്ഥലത്ത് കടവഴികളുണ്ട്. പാരറ്റ് ഫിഷിന് അധികമായിട്ട് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഈ കുഴിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ. പിന്നെ ഈ കാണുന്ന ഈ സൈഡിൽ ഇളന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിലൊരു ശ്മശാനാണ്. അത് ഒന്ന് രണ്ട് സ്കൂൾ ഞങ്ങൾ കണ്ടു പോകുന്ന വഴിക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്. ഇതുപോലെ വേറെ സ്കൂളും കൂടെ പോകുന്ന വഴിയിൽ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. കുറേ ഫിഷൊക്കെ ഉണ്ടാവും വിചാരിക്കും. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം ഇവിടെ ഫിഷ് കുറവാണ്. കാരണം അവർ പിടിക്കുന്ന ഫിഷുകളൊക്കെ അവർ മെയിൻലാൻഡിലേക്ക് അയക്കുക ചെയ്യുക. ഇവിടെ അവർക്ക് അവർ ട്യൂണ, രാത്രി പോയിട്ട് കുറച്ച് ഈ ഫിഷിങ് ഫണ്ടിനായിട്ട് ചെയ്യുന്ന ഫിഷിങ് ഉണ്ടാവില്ലേ, അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന കുറച്ച് വറ്റ കേര സാധനങ്ങളൊക്കെ. போகும் போக்கில் கை கோர்த்து நானும் நடப்பேன். ஏதோ ஏகம் எழுதே ஆழம் தருதே தாய் போல் வாழும் கனவே யாரோ பாடுதே ஆரோ ஆரீராரிரோ ஆரோ ആരീരാരിരോ. ഒരു ടൗണാണ്. ഇവിടെ ഈ സ്ഥലത്ത് വന്നു വൈകുന്നേരം നിറയെ അവർ കുറച്ച് പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന കുറച്ച് മീനുകളുണ്ടാവും. അത് വിൽക്കുന്ന ഒരു മെയിൻ പോയിന്റ് അതാണ്. പുരിയത് ഉലകൈ നേற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளையோர் அர்த்தம் காட்டுமே. தானே தானே நானினே தானே தானே நானினே தானே தானே
കാറിൻ്റെ എത്ര ടൂ വീലർ ഉണ്ടെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ അവർക്ക് റേഷനായിട്ട് കിട്ടും. അത് കൂടാണ്ട് അവർക്ക് പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 100 രൂപയുടെ അടുത്തുള്ള പെട്രോളിന് അവിടെ 240 രൂപയായിരുന്നു. അപ്പോൾ അത്രയും വ്യത്യാസമാണ്. അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ പെട്രോൾ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും നോക്കിയാണ് ഈ വണ്ടി ഓടിക്കുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ. പിന്നെ കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഇലക്ട്രിക് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഫ്യൂവലിന് ഇത്രയും പൈസ കൊടുത്തിട്ട് യൂസ് ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. வந்த பிறகே பிடிக்குது கடலை നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 75% ഓഫ് ദി ഐലൻഡ് കവർ ചെയ്തു. നമ്മൾ ഏകദേശം ഒരു എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം 3 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ എയർപോർട്ടിൽ. இன்றை இப்போதை அர்த்தம் ஆக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே வாழாயன் வாழ்வை வாழவே ഇതുപോലെ ചെറിയ ചെറിയ വീടുകളാണ് എല്ലായിടത്തും. தாழாமல் மேலே போகிறேன் தீரா உள்ளூற்றை தீண்டவே இன்றே இங்கே மீழ்கிறேன் இங்கே இன்றே ஆகிறேன் പിന്നെ ഇവിടെ തിയേറ്ററുകളോ ഒന്നുമില്ല. തിയേറ്റർ വേണമെങ്കിൽ വേറെ ആയിരുന്നു. யாரோ போல் நான் என்னை பார்க்கிறேன் പിന്നെ നമ്മളിത് ഏകദേശം എയർപോർട്ടിൻ്റെ സൈഡിലേക്ക് എത്താറായി. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ 2 സൈഡിലും കടൽ കാണാം. അപ്പോൾ ഏകദേശം സ്കൂബ ഡൈവിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എത്തുന്ന സ്ഥലമായി. கண்ணாடியாய் பிறந்தே காண்கின்ற எல்லாமும் நானாகிறேன் இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா நானே நானாயிருப்பேன் நாளில் பூராய் வசிப்பேன் போலே வாழ்ந்தே சலிக்கும் வாழ்வை மறுக்கிறேன் மாகாய் നമ്മൾ നിൽക്കുന്ന റിസോർട്ട് എത്താറായിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളൂ എയർപോർട്ടിലേക്ക്. എയർപോർട്ടാണ് ഈ ഐലൻഡിൻ്റെ ഏറ്റവും എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അഗത്തി ഐലൻഡിൻ്റെ ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ. പിന്നെ അതിൻ്റെ 2 സൈഡിലേക്കായിട്ട് ചില സൈഡിൽ കുറച്ച് വീതിയുണ്ട്, ചില സൈഡിൽ മറ്റേ ലഗൂണിൻ്റെ സൈഡിലാണ് കുറച്ച് വീതിയുള്ള സ്ഥലമുണ്ട്. അത്രയേ ഉള്ളൂ ഈ ഐലൻഡ് എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാർ ചെറിയ സ്ഥലം தோ காற்றோடு வல்லூர் தான் போகுதே பாதை இல்லாமலே அழகாய் நிகழே அதுவாய் நீரின் ஆழத்தில் போகின்ற கல் போலவே ஓசையெல்லாம் துறந்தே காண்கின்ற காட்சிக்குள் நான் மூழ்கி നമ്മളിത് നമ്മുടെ റിസോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ശരി.